നമ്മുടെ ഈ നാഗരിക ലോകത്ത് വാക്കുകൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന, അഗ്നിയെ വരുതിയിലാക്കുന്ന, അനന്തമായ സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു അത്ഭുതകരമായ യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഈ ചരിത്രപരമായ യാത്രയുടെ ആദ്യ വെളിച്ചം തെളിയുന്നത് ചാൾസ് ഡാർവിൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞനിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയായ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ജീവജാലങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിച്ചു. കാലക്രമേണ ജീവജാലങ്ങൾക്ക് വരുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളിലൂടെയാണ് പരിണാമം സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നമ്മുടെ കഥയിലെ ആദ്യ കണ്ണികൾ പ്രൈമേറ്റുകളാണ്. ഏകദേശം 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായതിനു ശേഷം സസ്തിനികൾക്ക് വളരാനുള്ള അവസരം ലഭിച്ചു. പിന്നീട് ഏകദേശം 7 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ആദ്യകാല ഹോമിനുകൾ രൂപം കൊണ്ടു. ഈ പ്രൈമേറ്റുകളിൽ നിന്ന് ഹോമിനിഡുകൾ എന്ന ഒരു സവിശേഷ വിഭാഗം വേർതിരിഞ്ഞു. ഹോമിനിഡുകളുടെ ഏറ്റവും വലിയ വിസ്മയം എന്തായിരുന്നെന്നോ? അവർക്ക് നിവർന്നു നിൽക്കാനും 2 കാലിൽ നടക്കാനും കഴിഞ്ഞു. ഇതൊരു മഹത്തായ മുന്നേറ്റമായിരുന്നു. 2 കാലിൽ നടക്കുന്നത് ശ്വാസോച്ഛ്വാസം മെച്ചപ്പെടുത്തുകയും നീണ്ട ദൂരം നടക്കാൻ കഴിയുന്നതായി മാറ്റുകയും ചെയ്തു. കൂടാതെ കൈകൾ സ്വതന്ത്രമായി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും തുടങ്ങി. 1974 എത്യോപ്യയിലെ മണൽ കാടുകളിൽ നിന്ന് കണ്ടെത്തിയ ലൂസി എന്ന ഫോസിൽ ആസ്ട്രലോപിത്തേക്കസ് അഫാറൻസിസ് ഈ സത്യത്തിന് ജീവൻ നൽകി. കണ്ടുപിടുത്തം നടന്ന സമയത്ത് റേഡിയോയിൽ കേട്ട ലൂസി ഇൻ ദി സ്കൈ വിത്ത് ഡയമണ്ട്സ് എന്ന ബീറ്റിൽസ് ഗാനത്തിൽ നിന്നാണ് ലൂസിക്ക് ഈ പേര് ലഭിച്ചത്. ഏകദേശം 3.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ടാൻസാനിയയിലെ ലൈറ്റോളിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ നമ്മുടെ പൂർവികർ 2 കാലിൽ നടന്നു എന്നതിന് ലഭിച്ച ഏറ്റവും വലിയ ദൃശ്യ തെളിവായിരുന്നു. അഗ്നിപർവ്വത ചാരത്തിൽ പതിഞ്ഞ ഈ സൂക്ഷ്മമായ കാൽപ്പാടുകൾ മനുഷ്യന്റെ പരിണാമത്തിലെ ഒരു നിർണായക നിമിഷം കാലത്തെ അതിജീവിച്ചു നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇതൊരു അവിശ്വസനീയമായ തെളിവാണ്. ഈ ആദ്യകാല ഹോമിനിഡുകളുടെ തലച്ചോറ് ചെറുതായിരുന്നെങ്കിലും അവരുടെ കൈകൾക്ക് അത്ഭുതകരമായ ചലനശേഷി ഉണ്ടായിരുന്നു. വിലപ്പെട്ടവയായിരുന്നു മനുഷ്യന്റെ വിരൽ കൂട്ടുകൾ. ചെറുതായി വഴക്കമുള്ള കൈകൾ സൃഷ്ടിച്ചത് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റങ്ങളാണ്. ഹോമോ വിഭാഗങ്ങളും ആധുനിക മനുഷ്യനിലേക്കുള്ള യാത്രയും കാലം പുരോഗമിക്കവേ ഓസ്ട്രലോപിത്തേക്കസിൽ നിന്ന് ഹോമോ എന്ന വിഭാഗം രൂപപ്പെട്ടു. ഹോമോ ഹാബിലിസ് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ. ഏകദേശം 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവർ ജീവിച്ചിരുന്നു. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. ഏകദേശം 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇവർ ഭൂമിയിൽ നിലനിന്നു. ഹോമോസാപ്പിയൻസ് അറിവുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ചിന്തിക്കുന്ന മനുഷ്യൻ. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഇവർ ആധുനിക മനുഷ്യരെ നമ്മൾ ഉൾപ്പെടുന്ന വിഭാഗമാണ്. മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രാദേശിക തുടർച്ചാ മാതൃക മൾട്ടി റീജിയൽ ഹൈപ്പോതെസിസ് എന്നൊരു വാദമുണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആധുനിക മനുഷ്യർ ഒരേ സമയം രൂപപ്പെട്ടു എന്നതിൽ പറയുന്നു. എല്ലാ മനുഷ്യർക്കും ഒരേ സമയം ഒരേ പരിണാമഘട്ടത്തിലൂടെ കടക്കേണ്ടതില്ലായിരുന്നു. കാലപരിധികളിൽ ചെറിയ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് മാറ്റിസ്ഥാപിക്കൽ മാതൃകയാണ്, അതായത് ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി. ഇത് പ്രകാരം ആഫ്രിക്കയിൽ ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഹോമോസാപ്പിയൻസ് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി അവിടെ ഉണ്ടായിരുന്ന പ്രാചീന മനുഷ്യരെ മാറ്റിസ്ഥാപിച്ചു. നമ്മുടെ ഏറ്റവും പുതിയ DNA ഗവേഷണങ്ങൾ ഈ വാദത്തെ അസന്നിഗ്ധമായി പിന്തുണയ്ക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും മൈറ്റോകോൺഡ്രിയൽ DNA ഒരു പൊതുവായ പൂർവികയിൽ നിന്ന് വന്നതാണെന്ന് കരുതപ്പെടുന്നു. മൈറ്റോകോൺഡ്രിയൽ ഈവ് എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നു എന്നാണ് ശാസ്ത്രലോകം അനുമാനിക്കുന്നത്. അതുപോലെ പുരുഷന്മാരുടെ വംശപരമ്പരയെ അടയാളപ്പെടുത്തുന്ന Y ക്രോമസോമൽ ആഡമും. ഇത് ആഫ്രിക്കയാണ് മനുഷ്യരാശിയുടെ കളിത്തോട്ടിലെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ ആദ്യകാല മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എന്ത് ഭക്ഷണം കഴിച്ചു? എങ്ങനെ ആശയവിനിമയം നടത്തി? കല്ലുയുഗങ്ങൾ, സ്റ്റോൺ ഏജ്, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും നിർണായകവുമായ കാലഘട്ടമാണിത്. പാലിയോലിത്തിക്, വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ജീവിതം മുന്നോട്ടു പോയ കാലഘട്ടം. മെസോലിത്തിക്, വേട്ടയാടൽ രീതികൾ മെച്ചപ്പെടുകയും ചെറിയതും സൂക്ഷ്മവുമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്ത കാലം. നിയോലിത്തിക്, മനുഷ്യൻ കൃഷിയിലേക്ക് കടക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്ത വിപ്ലവകരമായ കാലഘട്ടം. ഉപകരണങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും. പ്രാചീനമായ കല്ലുപകരണങ്ങൾ മുതൽ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങളായ സൂചി, ബോട്ട്, ചക്രം എന്നിവ വരെ അവർക്ക് സ്വന്തമായിരുന്നു. സൂചി തുന്നിയൊടുക്കാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിച്ചു. ചക്രം വലിയ ഭാരങ്ങൾ കൊണ്ടുപോകുന്നത് അവിശ്വസനീയമാം വിധം എളുപ്പമാക്കി. അഗ്നിയുടെ ഉപയോഗം, തീയെ മെരുക്കാൻ പഠിച്ചത് മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരുന്നു. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും വന്യമൃഗങ്ങളെ അകറ്റി നിർത്താനും ഭക്ഷണം പാകം ചെയ്യാനും തീ അവരെ സഹായിച്ചു. അഗ്നിയുടെ ചുറ്റുവട്ടത്തിൽ മനുഷ്യർ ഒന്നിച്ചു കൂടുകയും കഥകൾ പങ്കുവെക്കുകയും ഒരു സമൂഹബോധം വളർത്തുകയും ചെയ്തു.
ഭാഷയുടെ ഉത്ഭവം. മനുഷ്യൻ്റെ ചിന്താശക്തിയുടെയും സാമൂഹിക ജീവിതത്തിൻ്റെയും വളർച്ചയോടെ ഭാഷ രൂപപ്പെട്ടു. എപ്പോഴാണ് ഭാഷ കൃത്യമായി രൂപപ്പെട്ടതെന്ന് അറിയില്ലെങ്കിലും പ്രോട്ടോ ലാംഗ്വേജസ് ആണ് സങ്കീർണമായ ആശയവിനിമയത്തിന് വഴിയൊരുക്കിയത്. സാംസ്കാരികവും വൈകാരികവുമായ വളർച്ച. മനുഷ്യൻ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമല്ല, കലയെ സൃഷ്ടിക്കാനും ഭാവന കൊണ്ട് ലോകം കാണാനും തുടങ്ങിയപ്പോഴാണ് ഹോമോസാപ്പിയൻസ് യഥാർത്ഥത്തിൽ മനുഷ്യനായി മാറുന്നത്. ഫ്രാൻസിലെ ലാസ്കോക്സ് ചൗവറ്റ്, അൽറ്റാമിറ ഗുഹകൾ ഇതിന് മകുടോദാഹരണങ്ങളാണ്. നിയാണ്ടർതാൽസ് പോലും മൃതദേഹങ്ങൾ സംസ്കരിച്ചു എന്നത് അവരുടെ സാംസ്കാരിക ബോധത്തെയും മരണത്തോടുള്ള കാഴ്ചപ്പാടിനെയും വെളിപ്പെടുത്തുന്നു. ഹോമോസാപ്പിയൻസ് മൃതദേഹങ്ങൾ ആചാരപരമായി അടക്കം ചെയ്യുകയും വിനീസ് ഹിഗറൻസ് പോലുള്ള പ്രതിമകൾ നിർമ്മിക്കുകയും ചെയ്തു. ആദ്യകാല അസ്ഥി ഫ്ലൂട്ടുകൾ, ബോൺ ഫ്ലൂട്ട്സ്, അവരുടെ സംഗീതത്തോടുള്ള അഭിനിവേശത്തെ എടുത്തു കാണിക്കുന്നു. വേട്ടയ്ക്കും ജീവസംരക്ഷണത്തിനും വേണ്ടിയുള്ള കൂട്ടായ്മകൾ പിന്നീട് കുടിയേറ്റങ്ങളിലും സാംസ്കാരിക വികാസത്തിലും വലിയ പങ്കുവഹിച്ചു. സാമൂഹിക ഘടനകൾ, നേതൃത്വ പാഠകങ്ങൾ, സഹകരണ മനോഭാവം എന്നിവ ഒരുമിച്ച് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കി. മഞ്ഞുമലകൾ, മരുഭൂമികൾ, ഇടതൂർന്ന കാടുകൾ, ഒറ്റപ്പെട്ട ദ്വീപുകൾ. മനുഷ്യൻ ഈ വെല്ലുവിളികളെ അതിജീവിച്ചത് പരിസ്ഥിതിയെ ആസ്വദിക്കുകയും അതിൽ സംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ്. മനുഷ്യന്റെ പ്രതിരോധശേഷി എങ്ങനെ വികസിച്ചു എന്നതും ഈ അതിജീവനത്തിന്റെ ഭാഗമാണ്. രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും അതിജീവിക്കാൻ അവരുടെ ശരീരഘടന ക്രമേണ മാറിക്കൊണ്ടിരുന്നു. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച ഈ മഹാകുടിയേറ്റം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്. ആഫ്രിക്കയിലെ കാലാവസ്ഥ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കരിമേഘങ്ങൾ നിലനിന്ന വരണ്ട കാലങ്ങളിൽ ഭക്ഷണവും ജലവും കണ്ടെത്താനുള്ള മാരകമായ പോരാട്ടം മനുഷ്യൻ നേരിടേണ്ടി വന്നു. ഇതാണ് അവനെ ചിന്തിക്കുന്നതിലേക്കും കൂടുതൽ ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിലേക്കും തള്ളിയിരിക്കുന്നത്. സമുദ്രങ്ങൾ താണ്ടി ഏകദേശം 65,000 വർഷങ്ങൾക്ക് മുൻപ് ബോട്ടുകളിലൂടെ ആദ്യ മനുഷ്യർ ഓസ്ട്രേലിയയിലെത്തി. യൂറോപ്പിലേക്ക് ഏകദേശം 45,000 വർഷങ്ങൾക്ക് മുൻപും ബെറിങ്കിയിൽ ലാൻഡ് ബ്രിഡ്ജ് വഴി ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും അവർ വ്യാപിച്ചു. ജനറ്റിക് ബോട്ടിൽ നെക്സ് പോലുള്ള പ്രതിഭാസങ്ങൾ, ഉദാഹരണത്തിന് തോബ സൂപ്പർ വോൾക്കാനോ സ്ഫോടകം, മനുഷ്യരുടെ എണ്ണത്തിൽ വലിയ കുറവ് വരുത്തിയെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു. എന്നാൽ ആധുനിക മനുഷ്യർ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോയി. സൈബീരിയയിലെ ഡെനിസോവ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത പുരാതന DNA പോലുള്ള പഠനങ്ങൾ മനുഷ്യൻ്റെ ഈ കുടിയേറ്റ കഥയ്ക്ക് കൂടുതൽ തെളിവുകൾ നൽകുന്നു. ഇന്നത്തെ യൂറോപ്യന്മാരിലും ഏഷ്യക്കാരിലും ഏകദേശം 1 മുതൽ 4% നിയാണ്ടർതാൽ അഥവാ ഡെനിസോവൻ DNA കാണാമെന്നത് വ്യത്യസ്ത മനുഷ്യവർഗ്ഗങ്ങൾ തമ്മിലുണ്ടായ സങ്കലനത്തിൻ്റെ ജനിതക തെളിവാണ്. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള ഈ അത്ഭുതകരമായ പരിണാമ പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഇന്നത്തെ മനുഷ്യരായി മാറിയത്. നമ്മുടെ പൂർവികർ അനുഭവിച്ച കഷ്ടപ്പാടുകളും നേടിയ മുന്നേറ്റങ്ങളും കൈമാറിയ പൈതൃകവും നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരശിലയാണ്. ഈ അറിവ് നമ്മൾ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. പക്ഷേ നമ്മുടെ പരിണാമം ഇവിടെ അവസാനിച്ചോ? മനുഷ്യരാശിയുടെ പരിണാമഭാവി എന്തായിരിക്കും എന്ന് നിതാന്തമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒന്നിക്കാം.